ഫ്രണ്ട്ഷിപ്പിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ആളാണോ? അത് തീർച്ചയായിട്ടും. വളരെ എനിക്കൊന്ന് വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളെ ഉള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എനിക്കൊന്ന് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് സുഹൃത്തുക്കളിൽ കുറച്ച് പേരുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സായിട്ട്. ഈ ബെസ്റ്റ് ഫ്രണ്ട്സും ഫ്രണ്ട്സും എന്താണ് ഈ ഡിഫറൻസ് വരുന്നത്? അല്ല എങ്ങനെയാണ് ഫ്രണ്ട്സിൽ നിന്നാണോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി വരുന്നത്, അല്ല കണ്ടെത്തുന്നത്, അതോ അതെന്താ അതിന്റെ ഡിഫറൻസ് എന്താ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് ചിലപ്പം ചില തോന്നലുകൾ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവുകൾ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഓക്കെ, ഇപ്പം നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ അവൈലബിൾ ആകാം. നമുക്ക് ഇങ്ങോട്ടും അവൈലബിൾ ആയിട്ട് നമുക്കും ഒരു വാല്യൂ തരുന്ന ആൾക്കാരെയാണ് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നത്. എപ്പോഴും വിളിച്ചാൽ അപ്പുറത്ത് ഉണ്ടാകുന്ന, അങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടാവണം എന്നില്ല. സ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെൻസിലെടുത്തത് മനസ്സിലാക്കാനുള്ളൊരു ബോധം, അത്യാവശ്യം നല്ലൊരു ലിസണർ ആയിരിക്കണം എന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെയാണ്. എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഓക്കെ പറഞ്ഞോളൂ, കേൾക്കാൻ ഇഷ്ടം എന്നല്ല എങ്കിൽ തന്നെയും കേൾക്കാൻ ഇരിക്കും. അതാണ് ഇന്ന് കുറവ്, എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമില്ല, നല്ലൊരു ലിസണർ ഇല്ല പലപ്പോഴും. അപ്പം അതുകൊണ്ട് ഞാൻ നല്ലൊരു കേൾവിക്കാരനാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതുപോലെ നമ്മളെയും കേൾക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇപ്പം നമ്മുടെ മൈൻഡിൽ ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം? പലരും അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഇല്ല, അവരും അതിനൊരു എഫേർട്ട് ഇട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അതിനകത്ത് നമ്മുടെ മനസ്സിലും രണ്ട് സൈഡിൽ നിന്നും വേണം എഫേർട്ട്. ഒരാൾ തന്നെ എഫേർട്ട് ഇട്ടാൽ ഒരിക്കലും നിലനിൽക്കില്ല. അതെ അതെ, ഏതൊരു ഫ്രണ്ട്ഷിപ്പ്, ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ഗീവ് ആൻഡ് ടേക്ക് വേണം, അല്ലാതെ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെടുക്കുന്ന ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എടുക്കുന്നതിന്റെ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡമായിട്ട് കാണുന്നത്